എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നോമ്പുതുറക്കായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ്. ഇതിൻ്റെ ഒരു ഫില്ലിങ് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ 3 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൂരിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കൈവച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മൾ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് മാവ് കുഴച്ചിട്ടെടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആക്കി ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മാവ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആക്കിയല്ലേ കുഴച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അതുപോലെ തന്നെ കുറച്ച് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി വേണം കേട്ടോ നമ്മൾ ഈ ഒരു മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മൈദ അളന്നിട്ടെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരുന്നത്. അതിൽ എനിക്ക് ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ മിച്ചം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളും ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു മാവ് നമുക്കൊരു 15-20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മളൊരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നതിന് വരെ ഈ ഒരു മാവ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ തിരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ 3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം മൂത്ത് വരുന്ന സമയത്ത് ഒരു 2 മീഡിയം വലിപ്പമുള്ള സവാളയാണ് കേട്ടോ ഇത്. സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഈ ഒരു സവാള ഒരുപാടങ്ങ് വഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 400 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കന്, എല്ലില്ലാത്ത ചിക്കന് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി തീരെ ചെറിയതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. തീരെ ചെറിയതാക്കി തന്നെ വന്നിട്ട് നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഒരു 3-4 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ഒരു 3-4 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് ഈ ഒരു ചിക്കനും ചേർത്ത് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇത് കണ്ടില്ല, ഈ ഒരു ചിക്കൻ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കളറ് മാറിയിട്ടുണ്ട്. ഇതുപോലെ ഒരു കളറ് മാറി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണിത്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് ഇതുപോലെ പൊടിച്ചതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കുക. പൊടികളുടെ ഒരു പച്ചച്ചൊവ്വ മാറി വരുന്ന സമയത്ത് തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങും കേട്ടോ. പിന്നീട് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അഥവാ നമ്മൾ ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതൊരു 10-15 മിനിറ്റോളം ഈ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ. അത്രയും സമയം നമ്മൾ തുടർച്ചയായിട്ട് ഇത് വെച്ച് കൊടുക്കാനും പാടില്ല. ഇടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ചിക്കൻ നമ്മൾ തീരെ ചെറിയതാക്കിയാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 4 കോഴിമുട്ടയാണ്. ഈ ഒരു 4 കോഴിമുട്ട ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് ഇതുപോലെ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു മീഡിയം വലിപ്പമുള്ള തക്കാളി. ആ ഒരു കുരുവും വെള്ളവും എല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം തക്കാളിയുടെ ഒരു കട്ടിയുള്ള ഭാഗമില്ലേ, അത് മാത്രം ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം.
സ്പ്രിംഗ് ഓനിയൻ ഇപ്പോൾ നിങ്ങളുടെ ഇല്ലെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. അതുപോലെ തന്നെ ഒരു അരക്കപ്പ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ചിക്കൻ്റെ ഒരു മസാലയും കൂടി ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഈ ഒരു മാവ് ഇവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മാവ് ഏകദേശം ഒരേ വലുപ്പത്തിൽ ഒരു 7 ബോൾസാക്കി നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു മാവ് ഇതുപോലെ ഞാൻ വലിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ 7 ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരെണ്ണം പരത്താൻ എടുത്തിട്ട് ബാക്കി ഇതുപോലെ അടച്ച് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഉണങ്ങിപ്പോവും. ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി നമ്മളൊന്ന് വെതറി കൊടുക്കുക. കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് തന്നെ വേണം കേട്ടോ നമ്മൾ ഈ ഒരു മാവ് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഈ ഒരു സ്നാക്സ് ചെയ്യുന്നത് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു മാവില്ലേ, കറക്റ്റ് ആ ഒരു രീതിയിലാണ്. പൊറോട്ടയ്ക്ക് എങ്ങനെയാണ് നമ്മൾ മാവ് റെഡിയാക്കുന്നത്, എന്നിട്ട് നമ്മൾ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് മാവ് ലാസ്റ്റ് വീശി എടുക്കത്തില്ലേ, ആ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു മാവ് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അധികം ഓയിലൊന്നും ആക്കാതെയാണ് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പൊടിയിട്ട് കൊടുത്ത് ആ ഒരു രീതിക്കാണ് ഞാൻ ഈ ഒരു മാവ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ചെയ്യാൻ താല്പര്യം ആ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ പൊടിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവൊന്ന് പരത്തിയിട്ടെടുക്കാം. അത്യാവശ്യം നൈസാക്കി വേണം കേട്ടോ നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളിത് വീട്ടിലൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു കട്ടി ഉണ്ടായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്ത് മടക്കി എടുക്കുമ്പോഴത്തേക്കും അതങ്ങ് പൊട്ടിപ്പോകും. സൈഡ് അപേക്ഷിച്ച് സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു കട്ടി ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, കാരണം ആ ഒരു ഫില്ലിങ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കടകളിലൊക്കെ ഈ ഒരു മുർത്തബക്ക് ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് മാവ് റെഡിയാക്കുന്നത് ആ ഒരു സെയിം രീതിയിൽ മാവ് റെഡിയാക്കി വീശി അടിച്ചിട്ട് അത്രയും സോഫ്റ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം ആ ഒരു ഫില്ലിങ് നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ ഈ ഒരു ഫില്ലിങ് ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു അറ്റം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കാം. പതിയെ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ ഒരു അറ്റം പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ശേഷം ഈ ഒരു 2 സൈഡും ഇതുപോലെ നമ്മളൊന്ന് മടക്കിയിട്ടെടുത്താൽ മതി. ഈ ഒരു പാനിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നെയ്യാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പാൻ ചൂടായി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈവച്ചിട്ട് പതിയെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്നാക്സ് നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ടാണ്. ആ ഒരു ഫില്ലിംഗ് ഒക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തതാണെങ്കിലും ആ ഒരു മുട്ടയും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ 2 തവിവെല്ലാം ഉപയോഗിച്ചിട്ട് ഈ ഒരു 4 സൈഡ് നമ്മളൊന്ന് മൊരിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇങ്ങനെ അപ്പോൾ നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്കിത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് ആ ഒരു ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടില്ല, എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അറബിക് സ്നാക്ക് മുർത്തബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ആ ഒരു ഫില്ലിംഗ് ഒക്കെ ആണെങ്കിലും ഉള്ളിൽ നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഫില്ലിംഗ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത്രയും ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് നല്ല ചൂട് ചായക്കൊപ്പം സ്നാക്സായോ അല്ലെങ്കിൽ രാത്രി ഡിന്നറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സൂപ്പർ പലഹാരം തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.